ബിഗ് ബോസ് സീസൺ 4-ൽ മത്സരാർത്ഥിയായിരുന്ന അശ്വിൻ വിജയ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. അശ്വിൻ, ഒരു 3 സീസൺ കഴിഞ്ഞപ്പോഴേക്കും സ്ഥിതിയൊക്കെ കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞിരിക്കുന്നു. അനുമോൾ വിജയായി. അനുമോൾക്ക് വേണ്ടിയും അനീഷിന് വേണ്ടിയും 2 സൈഡിൽ ആളുകൾ നിന്ന് തർക്കിക്കുന്നു. ഇതിനിടയിൽ ഉയർന്നു വരുന്ന ചോദ്യം, വിജയിച്ചത് ഇവരൊന്നും അല്ല, PR ആണോ വിജയിച്ചതെന്ന ചോദ്യമൊക്കെ ഉയരുന്ന സാഹചര്യമായി. ഇപ്പോഴത്തെ ഈ സീസൺ കണ്ടിരുന്നോ? ഈ സീസണിന്റെ അവസാനം വരുന്ന ഈ വാർത്തകളും വിവാദങ്ങളും ഒക്കെ കാണുന്നുണ്ടോ? അതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ചോദിക്കട്ടെ, അനുമോൾക്കെതിരെ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ടെങ്കിൽ പോലും PR ഇല്ലാതെ ഏത് കണ്ടസ്റ്റന്റാണ് ഈ സീസണിൽ കയറിയത്? എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, PR ഇല്ലാത്ത ആരാണുള്ളത്? എല്ലാവർക്കും PR ഉണ്ട്. PR ജയിച്ചു എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം അനുമോൾ എന്ന വ്യക്തി അതിനകത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചത്. ഞാൻ അനുമോളെ പേഴ്സണലി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ അനുമോൾക്ക് വേണ്ടി പോസ്റ്റ് ഇടാറുണ്ട്. ഇന്നലെയും സ്റ്റോറി ഒക്കെ ഇട്ട സമയത്ത് എന്നോട് പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 ലക്ഷം രൂപ വാങ്ങിച്ചു, 5 ലക്ഷം രൂപ വെച്ച് PR ചെയ്തെന്നാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ് അനുമോൾ. അതുപോലെ തന്നെ ആദില, നൂറ്, ഇവരൊക്കെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും ആദിലയും നൂറേയും പോലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പോലും, പക്ഷെ എനിക്ക് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അനുമോൾ തന്നെയാണ്. അനുമോൾ എങ്ങനെ ഗെയിം കളിച്ചതെന്ന് പറയാൻ പറ്റുന്നത്? പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ബിഗ് ബോസ് സീസൺ 4-ൽ തന്നെ നമ്മുടെ ദിൽഷ ജയിച്ച സമയത്ത് ദിൽഷ ആ ഒരു വർഷം നേരിട്ട സൈബർ ബുള്ളിംഗ് വെച്ച് വളരെ വലുതായിരുന്നു. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് ഗെയിം സ്ട്രാറ്റജി കളിച്ചിട്ടാണ് പുള്ളിക്കാരൻ ജയിച്ചതെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ, അതായത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലെ അവർക്ക് ജയിക്കുക, 50 ലക്ഷം നേടുക എന്നുള്ളതാണ്. എല്ലാവരും അവിടെ വരുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതിനുവേണ്ടി പല സ്ട്രാറ്റജി അവർക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ഇപ്പൊ ഞാനും കളിച്ചു. ഞാൻ ഗെയിം അറിയാതെ ഒരു PR ഇല്ലാതെ പോയൊരു വ്യക്തിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു PR ചെയ്യണം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴാണ് പോയെങ്കിൽ ഉറപ്പായിട്ട് PR ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും അനുമോൾ PR-ന്റെ ബലത്തിൽ മാത്രമാണ് വിജയിച്ചത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ അനീഷിനും ഒരുപാട് PR ഉണ്ടായിരുന്നു. അനീഷിനും PR ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ബാക്കി എല്ലാ, അതായത് ഇപ്പൊ നമ്മുടെ നെവിനായാലും അക്ബറിനായാലും പല ആൾക്കാർക്കും PR ഉണ്ട്. PR ഇല്ലാത്ത ആരാനത്ത് പോയത്? എല്ലാവർക്കും PR ഉണ്ട്. അപ്പൊ PR കൊണ്ട് മാത്രമാണ് വിജയിച്ചത് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കും. അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എനിക്ക് പറയാണെന്ന് വെച്ചാൽ, ആ കുട്ടി, അതായത് അനുമോൾ ജയിച്ചു, ഇനിയിപ്പോ ഒരു വർഷം ആ കുട്ടി ജീവിതത്തിൽ നേടാമെന്ന് വലിയൊരു സൈബർ ബുള്ളിംഗ് ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ്, ഏഷ്യാനെറ്റിന്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ പറയാണ്, നിങ്ങൾ PR ജയിച്ചു, അത് ഞങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും അനീഷ്. എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് എനിക്ക് ഒന്നുമില്ല, എനിക്ക് അറിയത്ത് പോലില്ല പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരൻ നല്ല തന്നെ ഗെയിം കളിച്ചു. അനുവിന്റെ രീതിയിൽ കളിച്ചു, അനുവിന് വോട്ട് കിട്ടി, അവരെ ജയിപ്പിച്ചു. എങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം പറയുമല്ലോ നമ്മുടെ ജിൻഡോയുടെ കാര്യം, ജിൻഡോ ജയിപ്പിച്ചു കുറെ ആൾക്കാർ പറയുന്നത്, അയ്യോ ജിൻഡോ അല്ലായിരുന്നു ജയിക്കേണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ജാഫറിനെ സപ്പോർട്ട് ചെയ്തു, ജാഫറിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. ആ സമയത്ത് വീണ്ടും ആൾക്കാർ പറയും അതും PR. ഇപ്പൊ ഈ വർഷമാണ് PR എന്ന സാധനം കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങിയത്. അനുമോൾ മാത്രമുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും PR വഴി തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ PR കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയല്ല അനുമോൾ. രണ്ടാമത്തെ അനുമോൾ ഗെയിം കൊടുത്തും കണ്ടന്റ് കൊടുത്തും നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. കാരണം ഒറ്റപ്പെടുത്തി എല്ലാ ആൾക്കാരും, എനിക്കറിയാം ബിഗ് ബോസ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുത്തുന്നതിന്റെ എക്സ്ട്രീമാണ്. ആ കുട്ടി ഇടയ്ക്ക് ഒരു അവസാന സമയം പറയാം, എനിക്ക് പറ്റുന്നില്ല, വീട്ടിൽ പോകണം, എനിക്ക് മതിയായി എന്നൊരു പറയുന്നുണ്ടായിരുന്നു. അത്രയും ഒരു ക്രൂവലി അവൾ ഒരുപാടായിട്ട്, അതായത് നെവിനൊക്കെ അന്ന് വെള്ളം എടുത്ത് ഒഴുക്കി അവളെ അത്രയും മോശം രീതിയിൽ വരെ ഗെയിം കളിച്ച് അവള് മാറ്റാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അവൾ സ്ട്രോങ് ആയിട്ട് നിന്ന് അവൾ കളിച്ചൊരു വ്യക്തിയാണ് അനുമോൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അനുമോൾ PR കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയാണെന്ന്. അപ്പൊ ഞാൻ ഓൾവേസ് തന്നെ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു. ഇപ്പോ നാദിര കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നാദിരയും ഒരു ബിഗ് ബോസിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറി പറ്റിയ ഒരാളാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സ്ക്രീനിലൊക്കെ വരുന്ന ഒരാളാണ്. നാദിര, ഒരു സീസൺ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സീസൺ കൂടി കഴിഞ്ഞപ്പോൾ ഈ PR എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീംസിലേക്ക് പോയി. അവനവനെ ജയിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരാളെ തോൽപ്പിക്കാനും മറ്റൊരാളെ ആക്രമിക്കാനുമുള്ള ടൂളൊക്കെ ആയി മാറുന്നിടത്താണ് ഇങ്ങനെ ഒരു ചർച്ചയും സംഭാഷണവും ഒക്കെ വേണ്ടി വരുന്നത്. ഈ സീസൺ മൊത്തത്തിൽ ഒരു PR കളിയായിരുന്നു എന്ന് നാദിരയ്ക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ സീസൺ വരെ കണ്ടപ്പോഴും ഈ PR-ന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ വർഷം PR, അതും സാമ്പത്തികമായ ശേഷിയുള്ള ഒരു കണ്ടസ്റ്റന്റിന് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന ഒരു ഷോ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു പേടി കൂടിയുണ്ട്. കാരണം നാളെ ഒരു സാധാരണക്കാരന് ബിഗ് ബോസിനകത്തേക്ക് കടക്കുന്ന സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്തൊരു മനുഷ്യന് എങ്ങനെയാണ് ഒരു വിന്നറിന്റെ സ്ഥാനത്തേക്ക്? പക്ഷേ അത് പറയുമ്പോൾ ഇതില് ഫൈനലിസ്റ്റായി വന്ന അനീഷ് ഒരു കോമണർ ആയിട്ടാണ് അവിടെ വന്നത്. അനീഷ് ജോലിയിൽ നിന്ന് മാറി നിന്ന് ബിഗ് ബോസിന് വേണ്ടി ശ്രമിച്ച് ബിഗ് ബോസിലേക്ക് കയറി പറ്റിയ ഒരു സാധാരണക്കാരനായിട്ടാണ് അവിടെ വന്നത്. അനീഷിനും ഉണ്ടായിരുന്നില്ലേ PR? അനീഷിന് വേണ്ടി, അതോ അനീഷിന്റെ PR വളരെ നാച്ചുറൽ ആണെന്ന് നാദിര വിചാരിക്കുന്നുണ്ടോ?
ഇല്ല അനീഷിന് പി ആർ ഉണ്ടായിരുന്നു. വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു പി ആർ തന്നെയായിരുന്നു അനീഷിന് ഉണ്ടായിരുന്നത്. അനീഷിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ആ പി ആർ നടത്തിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് മറ്റുള്ള എല്ലാ സോഴ്സുകളും എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണലി അറിയുന്ന ആളുകളടുത്ത് അടക്കം അനീഷിന്റെ സുഹൃത്തുക്കള് ഈ പറഞ്ഞ പോലെ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അപ്പം പി ആർ അനീഷിന് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനീഷും കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഷോ കാണുന്ന ഒരാളാണ്. പി ആറിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെ നടത്താമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അപ്പൊ അനീഷിന് പി ആർ ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ നമുക്ക് പലപ്പോഴും പല എവിക്ഷനുകൾ പോലും പലപ്പോഴും അൺഫെയർ ആയിട്ട് തോന്നിയത് ആ വ്യക്തികൾക്കൊന്നും പി ആർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഔട്ടായി പോയതെന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ്, അവർക്കിത് കൊടുക്കാനുള്ള ധൈര്യക്കുറവോ ഇല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടോ ആയിരിക്കാം. പക്ഷെ അവരിത് കൊടുത്തിരുന്നെങ്കിൽ അവരും ഈ പറഞ്ഞ കണക്ക് അവസാന അവസരത്തിൽ ഈ അവസാന സ്റ്റേജിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമുക്ക് ഒരു ചെറിയൊരു സങ്കടം എന്നുള്ളത് ഇനി അടുത്ത വർഷം തൊട്ട് ഒരു ബിഗ് ബോസിനകത്ത് കടക്കുന്ന ഒരാൾ ആദ്യം ചിന്തിക്കുന്നത് പി ആർ കൊടുക്കാൻ തന്നെയായിരിക്കും. ഈ പി ആർ കൊടുക്കുമ്പോഴത്തേക്കും ഇന്ന് 16 ലക്ഷം ആണെങ്കിൽ അടുത്ത വർഷം അത് എത്ര ലക്ഷത്തിലേക്ക് മാറുമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ അത്രയും കൊടുക്കാൻ സാധിക്കുന്ന ഒരാളെ വിന്നറാക്കാൻ കഴിയുമെന്നുള്ളത് പി ആർ അത് ഉറപ്പ് കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇനി ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസ് പോലുള്ള ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസിലേക്ക് കടക്കുന്നത് ഒരു വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ. പക്ഷെ ആ വിന്നർ ആകാൻ സാധിക്കാതെ പോകുന്നത് ഒരു പക്ഷേ ഈ പി ആർ ഇല്ലാത്തതിന്റെ പേരിലാണെന്നുള്ളൊരു തോന്നല് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നാദിര, ഇപ്പം ഈ ബിഗ് ബോസിലേക്ക് വരുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ ഇത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നിങ്ങൾ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തയ്യാറെടുക്കുന്ന പോലെ തന്നെ ഈ പി ആർ എന്ന് പറയുന്ന ഏരിയയിലും വളരെ കാര്യമായ ഒരു തയ്യാറെടുപ്പ് വേണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇപ്പൊ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഈ സീസൺ 7-ലെങ്കിലും എല്ലാവരും അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വന്നിട്ടുള്ളത്? ഉറപ്പായിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് പോണത്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ സാമ്പത്തികമായിട്ടില്ലാത്ത ആളുകൾ എന്താ ചെയ്യും എന്നുള്ളതല്ലേ. അപ്പൊ അവർക്ക് കഴിവുണ്ടാവും, അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ടാവും, ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന എല്ലാ രീതിയിലും ഗെയിം കളിക്കുന്നുണ്ടാവും, ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ വോട്ടിംഗിലേക്ക് എത്തുന്ന സമയത്ത് ഈ മറ്റു ഇടങ്ങളിൽ നിന്ന് വരുന്ന ഇപ്പൊ ബൾക്കായിട്ട് വരുന്ന വോട്ടിംഗ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഞാൻ ചോദിക്കട്ടെ നാദിര. ഇന്നലെ ഈ ഫിനാലെ വേദിയിൽ അവർ തന്നെ പറയുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ടിംഗ് നമ്പേഴ്സ് 38 lakhs, അത് കഴിഞ്ഞ സീസണിന്റെ ഏതാണ്ട് ഇരട്ടി. ഒരു പക്ഷേ ഈ പി ആർ ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ ബിഗ് ബോസ് സ്ഥിരമായി കാണാറുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഈ ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഈ സംഭവങ്ങൾ മുഴുവൻ അറിയാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പി ആർ ആക്ടിവിറ്റികളുടെ ഭാഗമായി വരുന്ന ഫീഡിൽ വരുന്ന പോസ്റ്റുകളിലൂടെ ആയിരുന്നിരിക്കണം. അപ്പം അങ്ങനെ ബിഗ് ബോസ് കാണാത്ത ആളുകളിലേക്കും ഇതെത്തുക, അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വ്യൂവർഷിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ടി വിയിലേക്ക് പോവുക, ആ രീതിയിൽ ഈ ഒരു ഇത് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഈ കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഹിറ്റായി മാറാൻ ഈ പി ആർ കാരണമായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായും ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ പി ആറിന് 2 വശങ്ങളുണ്ട്. ഈ ചേച്ചി പറഞ്ഞ കണക്ക് പി ആർ നമുക്ക് വോട്ടിങ്ങിലേക്ക് ഒരു മാനിപ്പുലേഷൻ നടത്താനും സാധിക്കും. രണ്ടാമതൊരു പി ആറും കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുതെ നടന്നു പോയ ഒരു സാഡ് BGM ഒക്കെ ഇട്ട് നമ്മളെ ഭയങ്കര ഒറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ഈ ബിഗ് ബോസ് സ്ഥിരം കാണാത്ത ആളുകൾക്ക് ഒരു പക്ഷെ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന ഒരാൾക്ക് പാവ ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി കരയുമ്പോൾ കുറച്ചും കൂടി സോങ് ഒക്കെ ഇട്ട് സ്ലോ മോഷൻ ഒക്കെ ഇട്ട് അങ്ങനെ ഒരു വലിയൊരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കത് പി ആറിലൂടെ സാധിക്കും. അങ്ങനെ 2 തരത്തിലുള്ള പി ആർ ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാം വഴി ഒരാളെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരാളെ പോസിറ്റീവ് ആക്കാനും ഇല്ലെങ്കിൽ നമുക്ക് വോട്ടിങ്ങിലേക്ക് ബൾക്കായിട്ട് വോട്ടിംഗ് കൊടുക്കാനും സാധിക്കും. പക്ഷെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പി ആറിന്റെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പി ആർ നടത്തുന്ന മറ്റ് ഇടപെടലിലേക്ക് നമുക്കൊന്ന് ഒഴിവാക്കി നമുക്കൊന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സീസണിൽ വിന്നറായ കുട്ടിയൊക്കെ വിന്നർ ആവാൻ ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് അനിമോൾക്ക് വിന്നർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ പി ആറിന്റെ ഗെയിമുകളും സ്ട്രാറ്റജികളും ഇല്ലെങ്കിൽ പി ആർ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ ഭയങ്കര ഒരു വൃത്തികെട്ടൊരു മാനിപ്പുലേഷൻ ആയിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലൊക്കെ അനിമോൾക്കും തെറ്റി